തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പ്രഭാതം നേരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവസ്തുതിപ്പാൻ തക്കോണം ദൈവം നമ്മെ കൂട്ടിയെടുത്ത കൃപയ്ക്ക് സ്തുതിക്കുന്നു. ഇന്നത്തെ ഡിവോഷനിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്ത വിഷയം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹൂദർ അല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. പ്രിയമുള്ള ദൈവജനമേ, സഹോദര സ്നേഹത്തിൻ്റെ സഭ. വെളിപ്പാട് പുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന 6-ാമത്തെ സഭയാണ് ഫിലാദൽഫിയ സഭ. ആ സഭയുടെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. നാമും പരസ്പരം സ്നേഹിക്കണമെന്നാണ് യോഹന്നാൻ നമ്മോട് ആഹ്വാനം ചെയ്തത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ശക്തമായ പരിഷ്കാരങ്ങൾ ക്രിസ്തു മതത്തിലൂടെ വീശിയടിച്ചു. എന്നാൽ സത്യ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പുനരാഗമന ദൂത് കേട്ടതായ വ്യക്തികൾ അത് നിരസിക്കുകയും ഈ സഹോദരന്മാരെ ആക്രമിക്കുകയും മറ്റ് സഭയിൽ നിന്നും അവരെ പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ സാത്താൻ്റെ സഖ്യത്തിൽ ഉള്ളവരാണെന്ന് തെളിയിച്ചു. അവരെയാണ് സാത്താൻ്റെ പള്ളിക്കാർ എന്ന് വിളിക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 3:9 അത് വളരെ വ്യക്തമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സാത്താന് ഒരു സഭയുടെ നേതാവായി കരുതുന്നില്ലെങ്കിലും അവന് ആരാധിപ്പാനും അത്യുന്നതായ ദൈവത്തെ പോലെ ആകുവാനും സാത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ലോകത്തിൽ സാത്താന് അനേക സഭകൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും ആണെന്ന് കർത്താവിൻ്റെ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുകയും ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ സാത്താൻ്റെ പള്ളിയിൽ പെട്ടവരാണെന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം കഴിയുന്നുണ്ട്. അവർ ആത്മീയമായി യഹൂദരെന്ന് പറയുന്നു, എന്നാൽ അവർ വ്യാജന്മാരാണ്. എന്നാൽ അവരുടെ അന്ത്യം എന്താകുമെന്ന് ക്രിസ്തു മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ മത്സരിച്ചവർ പോലും അത്യന്തമായി ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനെന്ന് അവർ സമ്മതിക്കും. ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനയെ മറിച്ച് കളയുന്നവർ, പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ കൽപ്പന സത്യമെന്ന് പറയുന്നതായ ഒരു ദിവസം ഏറ്റവും ആഗതമായിരിക്കുകയാണ്. കാരണം തൻ്റെ അനുയായികൾ ആരാധന ന്യായീകരിക്കുന്നവർ ആയിരിക്കുമെന്ന് ക്രിസ്തു പ്രസ്താവിക്കുന്നില്ല. മറിച്ച് അവരുടെ വിശ്വസ്തയിൽ അവർ അതിനെ ന്യായീകരിക്കപ്പെടും. നാം ചിന്തിക്കണം, നമുക്ക് മാത്രമല്ല, നമ്മുടെ ഇടയിൽ സാത്താനും ആലയങ്ങളുണ്ട്. സാത്താൻ്റെ ആലയങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പന മറിച്ച് കളയുന്നതായ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ കൽപ്പന ശരിയല്ല എന്ന് വ്യാജം പറഞ്ഞുകൊണ്ട് അനേകർ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ആലയങ്ങളിലേക്ക് കടന്നു വരുന്നതായ കാലം ഏറ്റവും ആസന്നമായിരിക്കണം. ആയതുകൊണ്ട് നാം തമ്മിൽ സഹോദര സ്നേഹമുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ കാര്യം എന്താണോ നാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം വചനം ഇങ്ങനെ പറയുന്നു, യഹൂദർ അല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറഞ്ഞ ചിലരെന്തെയും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. നാം വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം. പ്രിയമുള്ള ജനമേ, ഇനിയുള്ള കാലഘട്ടം
നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങുന്ന കോണം ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിച്ച വിഷയം നമ്മേവരെയും അതിനായി ഒരുക്കുമാറാകട്ടെ, അതിനായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. അടിയങ്ങൾ ഏറ്റവും അതി വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, അപ്പോൾ പിതാവേ, ഇന്നത്തെ ചിന്താവിഷയം തന്ന കൃപയ്ക്കായി കർത്താവ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നവരുമെന്നാത്ത കർത്താവെ. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറഞ്ഞ കർത്താവ് ചിലർ അടിയങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി ഞങ്ങൾ പഠിക്കുന്ന കർത്താവെ. അപ്പോൾ അത് ഞങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലായിക്കൊണ്ട് ഈ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ നോക്കണം. ഞങ്ങളെ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കുമാറാകണം. ഇന്നത്തെ ഈ ചിന്താവിഷയം ശ്രദ്ധിച്ച അങ്ങയുടെ ഓരോ മക്കളെയും ബലപ്പെടുത്തുമാറാകണം. യേശുക്രിസ്തു മഹത്വം നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം. നല്ല പിതാവായ ദൈവമേ, ആമേൻ.